കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള PSC തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ PSC തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് എൻട്രി ആപ്പ് സംഘടിപ്പിച്ച മോക്ക് ഇൻ്റർവ്യൂവിൽ ധാരാളം ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്. അവരുടെ പെർഫോമൻസ് എന്നെ അത്ഭുതപ്പെടുത്തി. അവർക്ക് ഡിപ്പാർട്ട്മെൻ്റ് തല അറിവുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ അവർ തൃപ്തികരമായിട്ട് ഉത്തരം നൽകിയിരുന്നു. നമ്മുടെ ചുറ്റും ഇന്ന് നടക്കുന്ന ആനുകാലിക വിഷയങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരാണ്. ഒപ്പം അവർക്ക് അറിയാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ, സർവീസ് സംബന്ധമായ ചില കാര്യങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ന്യൂനതകൾ പരിഹരിക്കാനും അവരിൽ കുറേ പേർക്കൊക്കെ കണ്ട ആത്മവിശ്വാസ കുറവ് പരിഹരിക്കാനും ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷനിലൂടെ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ സെൻസിൽ എന്താണ് ഒരു ഫയൽ എന്നുള്ള രീതിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫയൽ? ഈ ഒരു ജോബിൽ അഡ്മിനിസ്ട്രേഷനാണോ മാനേജ്മെൻ്റ് ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം? ലോകത്ത്, അതായത് ലോകത്തെ ഒരു രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട, വളരെ ബഹുലമായ പ്രശ്നമുണ്ടായി. അതേത് രാജ്യത്ത് എന്തായിരുന്നു വിഷയം? എന്താ ഈ നോട്ട് ആൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഓഫീസറിൽ നിന്ന് നിയമപരമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഒരു സമ്മർദ്ദം നിങ്ങൾക്കുണ്ടായത് എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് മിസ്റ്റേക്സ് പറ്റിയതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഇനിയും ഉണ്ടാക്കാനുണ്ടെന്ന് മനസ്സിലാക്കാനും എവിടെയൊക്കെ ഏരിയ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, നോക്കണം, പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. എനിക്ക് ആ ഒരു ഫിയർ, ഇൻ്റർവ്യൂ ഒരു പേടി മാറിക്കിട്ടി. ഫെബ്രുവരി 4 മുതൽ ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷനാണ് ഇന്ന് എൻട്രിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള പാനലിസ്റ്റുകളായിരുന്നു ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്തത്. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് പോയതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പലർക്കും അവരുടെ ടെൻഷനൊക്കെ മാറ്റി കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ഇൻ്റർവ്യൂ സെഷൻ കൊണ്ട് സാധിച്ചു. സോ നിങ്ങളും ഇതേപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനിയും ഇതുപോലുള്ള മനോഹരമായ സെഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.